ഇരട്ടത്താപ്പിൻ്റെ ഉസ്താക്കന്മാരായിട്ട് മാറാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഷംസുദ്ദീനും അവർക്ക് കൊടപിടിച്ചിട്ടുള്ള സച്ചിദാനന്ദൻ, കാരശ്ശേരി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അത് കടുകിട ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ PM ശ്രീയിൽ നിന്ന് നയാ പൈസ മേടിക്കരുത് സതീശൻ എന്ന് പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിങ്ങൾ വാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫെഡറൽ വിരുദ്ധതയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ജനങ്ങളോട് പറയാം, നിങ്ങൾ തിരുത്തണം. അജിംസും ദാവൂദും 24 ശ്രീകണ്ഠനും ഏഷ്യാനെറ്റിലെ സിന്ധുവും തിരുത്തണം. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നെന്ന് ഞങ്ങളിങ്ങനെ വന്നിരുന്നു എവിടെയെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് അതിനകത്ത് കഥയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം. പറഞ്ഞിട്ട് തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മഴപുൽ മുന്നണി അധികാരത്തിലേറ്റിയ സതീശനെ പൊതിഞ്ഞു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. പക്ഷേ വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സംസ്ഥാന സർക്കാരുകളെ ബന്ദിയാക്കി കൊടുക്കാതിരിക്കുകയും സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി നടത്തിപ്പിന് തടങ്കലിൽ വെക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷവും സ്വീകരിച്ച സമീപനം എന്താ? 2022 ഓഗസ്റ്റിലോ മറ്റോ റോൾ ഔട്ട് ചെയ്യുന്നു. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒപ്പിട്ട സംസ്ഥാനത്തിൻ്റെ പേരാണ് രാജസ്ഥാൻ. വേറൊന്ന് ഛത്തീസ്ഗഡ്. രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതിനുശേഷം കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുള്ള ഹിമാചൽ പ്രദേശ്, കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുള്ള തെലങ്കാന അവർ തന്നെ ഒപ്പിട്ടു. കോൺഗ്രസ് BJPയിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത കർണാടകയിൽ പൂർവാധികം ഭംഗിയായി BJP നടത്തിയിട്ടുള്ള എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഈ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താൻ ഇറങ്ങിയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനോട് നിങ്ങളൊരു ടൈറ്റുലാർ ഹെഡ് മാത്രമാണ് എന്നത് കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകം അച്ചടിച്ചു കൊടുത്ത് ആ പുസ്തകം പഠിപ്പിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. അത് ഇടതുപക്ഷ ബദൽ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ 6 ലക്ഷം വീടുകളിൽ ആകപ്പാട് 22,000 കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫിൽ മുടക്കിയപ്പോൾ 3,000 കോടി രൂപ കഷ്ടിച്ചു കൊടുത്ത കേന്ദ്രത്തിന്റെ PMAYയുടെ അകത്ത് പൈസ കൊടുത്തിട്ട് വളരെ ചെറിയ വീടുകൾക്ക് 22,000 സർക്കാർ മുടക്കിയപ്പോൾ 2,000 കോടി 2,500 കോടി രൂപ കൊടുത്ത കേന്ദ്ര സർക്കാർ മോദിയുടെ പടവും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേരും ഓരോ വീടിന്റെ മുമ്പിൽ എഴുതി വെക്കണം. രേവന്ത് റെഡ്ഡി എഴുതി വെച്ചിട്ടുണ്ട്. കർണാടകത്തിൽ സിദ്ധാരാമയ്യ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് എഴുതി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് PMAYയുടെ അലോക്കേഷൻ തടസ്സപ്പെടുത്തിയില്ലേ? വീടിന്റെ മുമ്പിൽ എഴുതി വെക്കാൻ പറ്റില്ല, ബ്രാൻഡിങ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കേരളത്തിലെ ലെഫ്റ്റ് ഫ്രണ്ട് സർക്കാരിനെ മോദിയുമായിട്ട് കൈയിടുന്ന സർക്കാരാണെന്നുള്ള നരേറ്റീവ് പ്രചരിപ്പിച്ചില്ലേ?